പക്ഷെ ഇന്ത്യയിലെ മീഡിയ മുഴുവൻ മൂപ്പര് ലാബ് ഡോഗാക്കി, മൂപ്പര് മടിത്തട്ടിൽ മൂപ്പര് താലോലിക്കുന്ന നായ്ക്കുട്ടികളാക്കി ഇന്ത്യയിലെ മീഡിയ മുഴുവൻ മോഡി മാറ്റിയ ഒരു കാലത്താണ്. അവരുടെ ലീഡർഷിപ്പിൽ നിൽക്കെ തന്നെ പാർട്ടിയുമായി തെറ്റി ചുവന്ന കൊടി പിടിക്കണം എന്നാവില്ല. മാർജിനലൈസ് ചെയ്ത മനുഷ്യർക്ക് വേണ്ടിയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ യു ആർ ലെഫ്റ്റ്. അങ്ങനെ വന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലെഫ്റ്റ് പാർട്ടി കോൺഗ്രസ് ആണ്. നമ്മൾ ഈ കേരളത്തില് സ്ലോ മോഷൻ വീഡിയോയിൽ കാണുന്നവരൊന്നും അല്ല സെക്യുലർ പൊളിറ്റിക്സ്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി, കേരള ഹൈക്കോടതി അഭിഭാഷകൻ, സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ സജീവ സാന്നിധ്യം അഡ്വക്കേറ്റ് ഷിബു മീരാനാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. വെൽക്കം സർ. കോതമംഗലത്തെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് ഒരു കേരളത്തിലെ ഒരു മികച്ച രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ തലത്തിലേക്കുള്ള വളർച്ച എവിടെ നിന്നായിരുന്നു തുടക്കം? എങ്ങനെയായിരുന്നു? ജനിച്ചത് ബിലാൽ പറഞ്ഞ പോലെ തന്നെ കോതമംഗലത്താണ്. നമ്മുടെ ഒരു ഓർമ്മകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കഞ്ഞിക്കുഴി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ ഗ്രാമത്തിലാണ് എന്നെക്കുറിച്ചുള്ള ആദ്യത്തെ വിഷയമുള്ളത്. അവിടുത്തെ സ്കൂളിലാണ് കുറച്ച് നാൾ പഠിച്ചത്. പിന്നെ ഞങ്ങൾ തിരിച്ച് ജനിച്ച നാട്ടിൽ കോതമംഗലം, അന്ന് ഈ കുടിയേറ്റത്തിൻ്റെ ഒരു കാലമാണല്ലോ. തിരിച്ച് കോതമംഗലത്ത് വന്നു. പിന്നെ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. ഞാൻ ഈ ഓർമ്മകളുടെ ഒരു തുടക്കത്തിൽ ഉപ്പ തൊഴിലാളിയായിരുന്നു, സീറ്റ് ചുമട്ടുതൊഴിലാളിയായിരുന്നു. ഉമ്മ ഞാൻ പഠിച്ച സ്കൂളിൽ കുട്ടികൾക്ക് ചോറുണ്ടാക്കി കൊടുക്കുന്ന ഒരാളായിരുന്നു. പിന്നെ ഉപ്പ മരക്കച്ചവടമൊക്കെ തുടങ്ങി. അങ്ങനെ കയറി ചിലപ്പോൾ ഉപ്പാൻ്റെ മരക്കച്ചവടം നന്നായി ജീവിച്ച ഓർമ്മകളുണ്ട്. ഈ കച്ചവടം പൊട്ടുമ്പോൾ വല്ലാണ്ട് കഷ്ടപ്പെട്ട ഓർമ്മകളും കുട്ടിക്കാലത്തുണ്ട്. ഉമ്മ പിന്നെ അംഗൻവാടി പിന്നെ ഒരു ചെറിയ ജോലിയൊക്കെ കിട്ടി, അങ്ങനെ മാറി. എന്നാൽ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഉമ്മയും ഈ അംഗൻവാടി തൊഴിലാളി CIT സജീവ പ്രവർത്തകർ, ഒരു ഇടതുപക്ഷ പശ്ചാത്തലമുള്ള കുടുംബമായിരുന്നു. അങ്ങനെ അവിടുന്ന് വന്നു. പിന്നെ കോളേജിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം. സ്കൂളിൽ പഠിച്ച് 4ാം ക്ലാസ് വരെ സെന്റ് ആന്റണീസ് UP സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ പോത്താനിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത്. അന്ന് ഞങ്ങളുടെയൊക്കെ ഏരിയയിൽ വളരെ നല്ല സ്കൂളുകൾ നടത്തുന്നത് അധികവും മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടൊക്കെയാണ്. അവർ നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ ഡിപ്പെൻഡ് ചെയ്യാവുന്ന കൊള്ളാവുന്ന സ്കൂളുകൾ ഈ തെക്കൻ കേരളത്തിന്റെ ഒരു എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. കന്യാസ്ത്രീകൾ അയൽപ്പക്കത്തെ അമ്മമാരൊക്കെയാണ്. അങ്ങനെ വളരെ ഇപ്പോഴൊക്കെ ഓർക്കുമ്പോൾ വളരെ രസകരമായ കുട്ടിക്കാലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഉമ്മ ഈ ജോലിക്കൊക്കെ പോകുമ്പോൾ എന്നെയും സഹോദരിയും കൊണ്ടുവരുത്ത തൊട്ടടുത്തൊരു അമ്മച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ അവർ ധാരാളം ഭക്ഷണം തന്നിട്ടുണ്ട്. മുലപ്പാൽ വരെ ചിലപ്പോൾ തന്നു ഉമ്മ പറയാറുണ്ട്. ഇപ്പോൾ കിടപ്പിലാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് പോയി കണ്ടിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബസ്, അങ്ങനത്തെ ഒരു അയൽപ്പക്ക ബന്ധങ്ങളിൽ നിന്നാണ് വരുന്നത്. അതെ. അങ്ങനെ വന്നു. സ്കൂളിൽ അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം. ഞാൻ പിന്നെ 8ലോ മറ്റോ പഠിക്കുമ്പോഴാണ് ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടാകുന്നത്. ഞാൻ ഈ പത്രമൊക്കെ വായിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്നതിന് ഇന്ന് എല്ലാ സ്കൂളിലും സമരമാണ്, നമ്മുടെ സ്കൂളിലും സമരം നടക്കും എന്ന് പറയുന്നത്. നമുക്കെന്തായാലും അന്ന് സമരം ചെയ്യാൻ തരില്ല. എന്നാൽ ഈ സമരക്കാർ വരുന്നത് കാത്ത് സ്കൂളിന്റെ മുറ്റത്ത് നിന്നൊരു ഓർമ്മയുണ്ട്. അത്രയായപ്പോഴും അവരെ കാണാണ്ടായപ്പോൾ കാത്തിരിപ്പ് അവസാനിച്ച് തിരിച്ചങ്ങനെ. പക്ഷെ കോളേജിലേക്ക് വരുമ്പോഴേക്കും സജീവമായി രാഷ്ട്രീയം ശ്രദ്ധിക്കാനും അതിലിടപെടാനും പ്രവർത്തിക്കാനൊക്കെ കുറച്ചും കൂടി സജീവമായിട്ടുള്ള രാഷ്ട്രീയം കോളേജ് ലൈഫിലാണെന്ന് പറയുന്നു അല്ലേ? എങ്ങനെയായിരുന്നു ശരിക്കും അതിലേക്കുള്ളൊരു എൻട്രി? നമ്മൾ കോളേജിൽ ചെല്ലുമ്പോൾ നമ്മൾ എൻ്റർ ആവുകയല്ല. ക്യാമ്പസ് പൊളിറ്റിക്സ് ഒരു അർത്ഥത്തിൽ നമ്മളെ അട്രാക്ട് ചെയ്യണം. ഏത് ക്യാമ്പസ് ആയിരുന്നു? ഞാൻ MA കോളേജിലാണ് പ്രീ ഡിഗ്രി കോതമംഗലത്ത്. അവിടെ 1.5 വർഷമേ പഠിച്ചുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയാണ് പെരുമ്പാവൂരിലേക്ക് ബിലാൽ പറഞ്ഞതുപോലെ വരുന്നത്. പെരുമ്പാവൂർ പോളിടെക്നിക്കിൽ പിന്നെ പഠിക്കാൻ വന്നു. ഈ കാലത്തൊന്നും MSF അല്ല കേട്ടോ, സജീവ SFI ആണ്. അതാ ഞാൻ ചോദിക്കുന്നത്, ഈ SFIന്റെ ഒരു തീവ്രതയിലേക്ക്, ആ തീക്ഷ്ണതയിലേക്ക് എപ്പോഴാണ് ശരിക്കും വന്നത്, അതിൻ്റെ ഒരു ലീഡർഷിപ്പിലേക്ക് വന്നത്? SFI പ്രവർത്തകനായിട്ട് നമ്മൾ MA കോളേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അന്നെന്ന് പറഞ്ഞാൽ ഒരു സോക്കോൾഡ് കാൽപ്പനികത അന്നൊക്കെ കേരളത്തിൽ. ഒന്നുകിൽ നിങ്ങൾ കോളേജിൽ വരുമ്പോൾ 2 കാര്യങ്ങൾ: ഒന്ന് നിങ്ങൾ SFI ആവണം, 2 നിങ്ങൾ പിന്നെന്താണ് പ്രണയിക്കണം. ഈ 2 നിർബന്ധമുള്ള സംഗതികൾ എന്നുള്ളൊരു, അത് അവർ കൈകാര്യം ചെയ്തൊരു ക്യാപിറ്റലിന്റെ വിഷയമാണ്. ഈ 2 ജേണറിലും തൊട്ടോ? 2 അങ്ങനെ ആണ് SFI ആയി മാറുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ കൊണ്ടു നടന്ന ഈ കാൽപ്പനികതകളൊന്നും അക്ഷരാർത്ഥത്തിൽ അതിലില്ല എന്നൊക്കെയുള്ള ഒരു ബോധ്യം വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഞാൻ ചോദിക്കുന്ന ഒരു ഈ ക്യാമ്പസിലെ ഒരു SFI അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഓർമ്മ, ഞാൻ ഇതിൻ്റെ ഭാഗമാണ്, ഇതെൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് പൊളിറ്റിക്സ് എന്നുള്ളൊരു ഫീല് വന്ന എന്തെങ്കിലും ഒരു മെമ്മറി ഷെയർ ചെയ്യാനുണ്ടോ? നമ്മളിപ്പോൾ MA കോളേജിലൊക്കെ SFIക്ക് സമയം കൊടുക്കുന്ന, എന്നാൽ ഫുൾ ടൈം SFI എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരാളായിരുന്നു. പക്ഷെ പിന്നീട് ഈ പോളിടെക്നിക്കിലൊക്കെ പഠി നമ്മൾ അന്നേരം കുറച്ചും കൂടി വായിക്കാൻ തുടങ്ങും, കുറച്ചും കൂടി നമുക്ക് ഒരു രാഷ്ട്രീയമായ ധാരണകൾ രൂപപ്പെടും. അപ്പം അങ്ങനെയുള്ള ആളുകളെ പെട്ടെന്ന് അടുപ്പിക്കാനുള്ള ഒരു ക്യാപിറ്റൽ, ഒരു സോഷ്യൽ ക്യാപിറ്റൽ ഈ കാലത്തൊക്കെ SFI നന്നായി കൈകാര്യം ചെയ്തിരുന്നു. അവരുടെ ചില പാട്ടുകൾ, ചില കവിതകൾ, ചില മുദ്രാവാക്യങ്ങൾ
ആ ഒരു നമ്മളിപ്പോ ഒന്നുമില്ല, നമ്മളിങ്ങനെ ക്യാമ്പസിലൂടെ മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നു. നമ്മൾ അന്ന് സമരം ചെയ്യുന്നത് ചിലപ്പോ ക്യാൻറ്റീനിലെ പഴംപൊരിയുടെ വില കൂടിയതിനായിരിക്കും. പക്ഷെ നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ പിന്നെന്താണ്, ഉയരെ വെള്ളക്കുടി പാറട്ടെ മണ്ണിൽ ചോരച്ചാറ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു ചെകുവേരയെ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കും. ഈ പഴംപൊരിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവനല്ല നമ്മള് പിന്നെന്താണ്, ബൊളീവിയൻ കാടുകളിൽ അമേരിക്ക ചെകുവേരയാണ് നമ്മൾ. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്, അങ്ങനെ ഒരു വൈകാരികമായ ഒരു തലം. അത്തരം ചില കവിതകൾ ഇപ്പം യൂത്ത് ലീഗിന്റെ ഒരു റാലിയിൽ നിങ്ങൾ എഴുതിയ ഒരു കവിത വളരെ ശ്രദ്ധിച്ചിരുന്നു. ഈ ഇത്തരത്തിലുള്ള എഴുത്തുകൾ, ഈ കവിതകളൊക്കെ മനസ്സിൽ തുടിക്കുന്ന എന്തെങ്കിലും നല്ല കവിതകളോ വരികളോ ഉണ്ടോ മനസ്സിലിങ്ങനെ? അന്നൊക്കെ നമ്മൾ ഒരുപാട് SFI രംഗത്ത് പാടി നടന്ന മുദ്രാവാക്യങ്ങളായി വിളിച്ചിരുന്ന കുറേയധികം കവിതകളുണ്ട്. ഇപ്പോൾ ഈ 100 പൂക്കളെ 100 ഇന്ത്യയിൽ കിടാങ്ങൾ വാടി വീണിടാത്ത നാൾ വരും, നന്മയുള്ള ഓണക്കാലം ഇന്ത്യയിൽ പുലർന്നിടും 100 എന്നൊക്കെ പറയുന്ന അവരുടെ ഒരു പാട്ടുകൾ എന്ന് വെച്ചാൽ ഈ ലോകത്തെ ആകെ നമ്മൾ ഈ ക്യാമ്പസിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചും സമരം ചെയ്തും പ്രസംഗിച്ചും മാറ്റിമറിക്കാൻ പോകുന്ന എന്നൊരു ഫീല് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആ സംഘത്തിന്റെ ഭാഗമാണ്. നമ്മൾ ചിലപ്പോൾ അതൊരു മിഥ്യാധാരണയായിരിക്കും എങ്കിൽ പോലും ഞാനീ പറഞ്ഞ പോലെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളും എഴുതുന്ന കവിതകളും പറയുന്നതും പാടുന്നതും ഒക്കെ കുറെ കൂടി മെച്ചപ്പെട്ട ബോഡി ലാംഗ്വേജിലൊക്കെ അങ്ങനെ ഒരു സാധനം വന്നു. അന്ന് അതായത് ഇപ്പോഴാണ് പിന്നെ നമ്മളിപ്പോഴും ഈ ലെഫ്റ്റ് ലീഡേഴ്സിനെ നമ്മൾ ചിരിക്കുക, ഇപ്പൊ കുറെ അവർ ചിരിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന്. ഈ ഒരു സജീവമായ ഒരു ലെഫ്റ്റ് ലിബറൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ SFI, ആ ഒരു യാത്ര ഏതറ്റം വരെ ഷിബു മീരാൻ കൊണ്ടുപോയി? ഞാൻ SFI പെരുമ്പാവൂർ ഏരിയ സെക്രട്ടറി ആയിരുന്നു. പിന്നെ എറണാകുളത്ത് അവരുടെ ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചു. അങ്ങനെ ഉയർന്ന, അതോടൊപ്പം തന്നെ DYFIയുടെ ലീഡർഷിപ്പിലുണ്ടായിരുന്നു, സജീവമായി തന്നെ പ്രവർത്തിച്ചിരുന്നു. എൻ്റെ അന്നത്തെ SFIയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഏരിയ സെക്രട്ടറി. ഞാനൊരു 18-19 വയസ്സിലെ ഒരുപാട് വലിയ കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസുകളൊക്കെ നിയന്ത്രിക്കുന്ന ഏരിയ കമ്മിറ്റി. പക്ഷെ പിന്നീട് ഈ പറഞ്ഞതുപോലെ അവരുടെ ലീഡർഷിപ്പിൽ നിൽക്കെ തന്നെ പാർട്ടിയുമായി തെറ്റി, പാർട്ടിയോട് അകലുന്ന. എന്തായിരുന്നു അതിൻ്റെ ഒരു റീസൺ ഷെയർ ചെയ്യാൻ പറ്റുന്ന? കുറേ വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ട്. ആ ഫയറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ആദ്യകാലത്തെ ഈ സോക്കോൾഡ് നിങ്ങളീ പറഞ്ഞ ലെഫ്റ്റ് പൊളിറ്റിക്സ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നൊരു സ്റ്റേജാണ്. കോംപ്രമൈസ് ചെയ്ത് നമുക്ക് നേരത്തെ അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നല്ല. അപ്പോൾ അതിനോടുള്ള നമുക്ക് കുറേ ചോദ്യങ്ങളുണ്ടാവും, വൈകാരികമായ ചില നിലപാടുകളുണ്ടാവും. ഈ നയങ്ങളിലുള്ള വ്യതിയാനം ഇടതുപക്ഷത്ത് സംഭവിച്ചപ്പോൾ മനം മടുത്തിട്ടാണ് ഒരു പക്ഷേ ഇത്തരത്തിലൊരു മുസ്ലിം ലീഗിലേക്കുള്ള ഒരു ചേക്കേറൽ. ഞാനത് വിട്ട് നേരെ ലീഗിലേക്ക് അപ്പോഴും വരുന്നില്ല. ഞാനൊരു 5-6 വർഷക്കാലത്തോളം പിന്നെ മനുഷ്യാവകാശ പരിസ്ഥിതി വലിയ ശ്രദ്ധേയമായ ഇടപെടലുകളൊന്നും ഒക്കെ നടത്തി. പക്ഷെ അതൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടീമിന്റെ ഭാഗമായിട്ട്. എന്തായിരുന്നു അത്തരത്തിലൊരു നീക്കത്തിന്റെ പ്രധാന ഘടകം? അത് അന്ന് ഈ എക്സ്പ്രസ് ഹൈവേക്കെതിരായ സമരമൊക്കെ സജീവമായി നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ അങ്ങനെ ചില ഇടപെടലുകളുടെ ഭാഗമായിട്ട് നിന്നു. പിന്നീടാണ് ശരിക്കും ഒരു 2010 എൻ്റെ നാട്ടിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ലീഗിന്റെ സ്ഥാനാർത്ഥി എൻ്റെ ബാല്യകാല സുഹൃത്താണ്. അപ്പം അയാൾക്ക് വേണ്ടിയിട്ട് ആ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങളുടെ വാർഡിൽ മാത്രം ലിമിറ്റഡായ പ്രവർത്തനം നടത്തിയതാണ് ഈ ലീഗായിട്ട് വരുന്നൊരു ബന്ധം. പക്ഷെ അപ്പോഴും ലീഗിന്റെ സജീവ പ്രവർത്തനമായിട്ട് നമ്മൾ വരുന്നില്ല. പക്ഷെ പിന്നീട് നമ്മളിങ്ങനെ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്നുള്ളതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്താണ് ഐഡന്റിറ്റി പൊളിറ്റിക്സ്? സത്യത്തിൽ ഞാനത് വായിച്ചറിഞ്ഞതിനേക്കാൾ ഞാൻ എല്ലായിടത്തും പറയാം, എൻ്റെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട, ഞാൻ ആ സമയത്ത് കുറേയൊക്കെ യാത്ര ചെയ്യുന്നൊരു ശീലമുണ്ട്. അങ്ങനെ ഞാൻ ഒരു ദിവസം മുംബൈയിൽ പോയി. മുംബൈയിൽ ഞാൻ ചെന്നപ്പോൾ നമ്മളെ യാത്ര ആരംഭിക്കുമെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിയിട്ട് അന്ന് പോവാം. എല്ലാ യാത്രകളുടെയും തുടക്കത്തിൽ നമ്മൾ റിച്ച് ആയിരിക്കുമല്ലോ. പിന്നെ തീരെ പറ്റ കാലിയാകുമ്പോഴാണ് നമ്മൾ വീട് പിടിക്കുക. ഇത് ഉമ്മാനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പൈസയൊക്കെ വാങ്ങി യാത്ര തുടങ്ങുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ റിച്ചാണ്. മുംബൈയിൽ ചെന്നു. കല്യാണിൽ ഞാൻ ഒരു ഹോട്ടലിൽ മുറി എടുത്തു. അപ്പോൾ അത് ഒരു അന്ന് 1000 റുപ്യൊക്കെ വാടക. അന്ന് 1000 റുപ്യ ചെറിയ ഹോട്ടലാണ്, നല്ല ഗംഭീര ഹോട്ടലാണ്. ഞാൻ അവിടെ പോയി റൂമൊക്കെ എടുത്തു, ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. കല്യാൺ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഈ ഹോട്ടൽ. അപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് പിന്നെ ബിലാലിനെ പോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ, സുന്ദരനായ കുറ്റിത്താടിയൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരൻ. അവൻ സ്വാഭാവികമായിട്ടും ഒന്ന് എന്നെ കണ്ട് ചിരിച്ചു, ഞാനും ചിരിച്ചു. ഞങ്ങൾ പരിചയപ്പെട്ടു. അയാളുടെ പേര് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിറങ്ങി. അപ്പോൾ മനുഷ്യന്മാരുടെ ഇടയിൽ പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ആവുന്ന പൊതുവായൊരു ദുശ്ശീലം അയാൾക്കുണ്ട്, എനിക്കുണ്ട്. ഞങ്ങളത് ഓരോന്ന് അവിടെ നിന്ന് പ്രയോഗിച്ചതോടുകൂടി നമ്മൾ വളരെ പെട്ടെന്ന് ഫ്രണ്ട്സായി. അപ്പോഴേക്ക് ഇയാളെ തന്നെ എന്നോട് പരിചയപ്പെടുത്തി. ഇയാളുടെ തൊഴില്, ഇയാൾ കശ്മീരി ബ്ലാങ്കറ്റ്സ് ഒക്കെ
മുംബൈയിലെ റെസിഡൻഷ്യൽ ഏരിയകളിലൊക്കെ തലയിൽ ഇങ്ങനെ കെട്ടായി ചുവന്ന് കൊണ്ട് നടന്ന് വിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ വന്നപ്പോൾ എന്താന്ന് വെച്ചാല് ഇയാള് എന്റെ കൂടെ എന്റെ ഹോട്ടലിലെ താമസം. ഞാൻ എടാ നീ നാട്ടുകാരെ നല്ലോണം പറ്റിക്കുന്നുണ്ടല്ലേ, നീ പുതപ്പ് വിറ്റിട്ട് ഇതേ ഹോട്ടലിൽ താമസിക്കണമെങ്കിൽ. അപ്പൊ അവൻ പറഞ്ഞു ഇല്ല ഭായി അങ്ങനല്ല, ഞാൻ താമസിക്കുന്നത് അവിടെയാണ്. എന്നിട്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഹോട്ടൽ കാണിച്ചു തന്നു. അതിന്റെ താഴത്തെ നിലയിൽ ചെറിയ പൈസ മാസ വാടകയ്ക്ക് ഒരു മുറി എടുത്തിട്ടാണ് അവിടെ ഞാൻ താമസിക്കുന്നത്. നിങ്ങൾ കാണുന്നില്ല ഇവിടെ ഭയങ്കര മഴയാണ്, വെള്ളം കയറിയിട്ട് എൻ്റെ ഈ റൂമിൽ തന്നെ അത് സൂക്ഷിക്കുക, നനഞ്ഞു പോകുന്നു വിചാരിച്ച് ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ തൽക്കാലം 1-2 ദിവസം മഴ മാറുമ്പോൾ നീ നമ്മുടെ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പരിചയത്തിന്റെ വില തന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരേ താമസക്കാർ അയൽവാസികളുമായി ഞങ്ങൾ ഇവിടെ ചെന്നു. അവനും കുറച്ചു നേരം കൊണ്ട് വർത്താൻ പറഞ്ഞു, ഞാൻ പോയി ഉറങ്ങട്ടെ എന്നോട് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ സ്റ്റെപ്പ് കയറിപ്പോയി. ഭയങ്കര ഹാപ്പിയാണ് അവന്. നമ്മൾ കുബേരൻ സിനിമയിലെ ദിലീപിനെ പോലെ അവൻ ആ സ്റ്റെപ്പിന്റെ ഒരു പാതി വരുന്നത്. അപ്പം എൻ്റെ പേരൊക്കെ പഠിച്ചു. അവിടെ ഞാൻ വായിച്ചുകൊണ്ട് നിൽക്കുകയാണ് ലോഞ്ചിൽ. അവൻ അവിടെ സ്റ്റെപ്പിന്റെ പാതി നിന്നിട്ട് തിരിച്ച് ഷിബുബായി തന്നെ വിളിച്ചു. ഞാൻ നല്ല തലയുയർത്ത് നോക്കുമ്പോൾ ഈ 2 കൈയും ഇങ്ങനെ പിടിച്ചിട്ട് ആജ് മേ ബാദ്ഷാ ജൈസെ ജീലൂങ്ക എന്ന് പറഞ്ഞു. ഞാനൊരു ചക്രവർത്തിയെ പോലെയാണ് ജീവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവനങ്ങ് കയറിപ്പോയി. ഞാനും മെല്ലെ എൻ്റെ റൂമിലെത്തി. ഒരു 10-12 മണി എന്തെങ്കിലുമൊക്കെ വായിച്ചൊക്കെ നമ്മളങ്ങനെ ഇരിക്കുമല്ലോ, ടി വി കണ്ടിരിക്കുമ്പോൾ എൻ്റെ ഡോറ് ആരോ വന്ന് നോക്ക് ചെയ്തു. ഞാൻ ഡോറ് തുറന്നു. 3-4 പേരകത്ത് കയറി. ഒരാൾ എന്നോട് നീ എവിടുന്നാണെന്ന് നടന്നൊക്കെ ചോദിക്കാൻ ആരംഭിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി, ഒരു പോലീസ് ഓഫീസേഴ്സ് ആണെന്ന് മനസ്സിലായി. ഞാൻ എൻ്റെ ID കാർഡ് കൊടുത്തു. ഒരാളത് ചെക്ക് ചെയ്യുന്നു, ഒരാൾ എന്നോട് ചോദിക്കുന്നു, ഒരാൾ അവിടെ ബെഡിൽ ഞാൻ ഈ വായിച്ചിട്ട സംഗതികളൊക്കെ ഒന്ന് മറിച്ചു പോകുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഒരുവിധം കൺവിൻസ്ഡാണ്. ഞാൻ എൻ്റെ പേര് പറഞ്ഞു, ഷിബു എന്നാണ്, കേരളത്തിലാണ് എന്നൊക്കെ പറഞ്ഞു. അവസാനം ഈ ടി വിയിൽ ഈ ന്യൂസ് എന്തിനാണ് നീ ഇപ്പോൾ കാണുന്നത് എന്ന് ചോദിച്ചു. അന്നൊരു പ്രധാനപ്പെട്ട സംഭവം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. യാക്കൂബ് മേമനെ തൂക്കിക്കൊല്ലാൻ ഇന്ത്യ ഗവൺമെന്റ് പെട്ടെന്ന് തീരുമാനിച്ചു. ഈ വാർത്ത ഇപ്പം എന്തിനാണ് കാണുന്നത് എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ന്യൂസ് കണ്ട കൂട്ടത്തിൽ വെച്ചു എന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് ക്യൂരിയോസിറ്റി ഒന്നും അവരോടൊന്ന്. അപ്പോഴേക്കും നമ്മളത് കുറച്ച് സെൻസീവ് അല്ല. എന്തായാലും അവർ കൺവിൻസ്ഡ് ആയി. അടുത്ത മുറിയിൽ പോകണം. അപ്പം അടുത്ത മുറിയിൽ നമ്മുടെ ഏക് ദിൻ കാ ബാദ്ഷാ അവിടെ ഉണ്ട്. അയാളോട് ഡോർ നോക്ക് ചെയ്യുന്നു. അയാളോട് ഇതേ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു. അപ്പോൾ അവൻ്റെ പേര് പർവേസ് റസൂൽ എന്നാണ്. അവൻ്റെ വീട് കശ്മീരിലാണ്. അവനൊരു പ്രത്യക്ഷത്തിൽ ഹീസ് എ മുസ്ലിം എന്ന് ബോധ്യപ്പെടാവുന്ന വസ്ത്രധാരണവും അവൻ്റെ ഐഡന്റിറ്റി അവൻ്റെ ബോഡി ലാംഗ്വേജിൽ അവൻ്റെ ഡ്രസ്സിലൊക്കെ എക്സ്പ്രസ്ഡ് ആണ്. സിമ്പിളാണ്. ഷിബു എന്ന പേരുള്ള പ്രത്യക്ഷത്തിൽ ഈ ഐഡന്റിറ്റി ഹൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനോട് പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലാത്ത, ബിലാൽ ആദ്യം ഉപയോഗിച്ച ഒരു ലിബറൽ ലൈഫ് കൊണ്ടു നടക്കുന്ന ഞാൻ രക്ഷപ്പെട്ടു. ആ രാത്രി ഞാൻ ആ റൂമിലെ ശാന്തമായി ഉറങ്ങി. പക്ഷേ പർവേസ് റസൂലിന് അന്ന് പോലീസുകാരുടെ കൂടെ പോകേണ്ടി വന്നു. അപ്പോൾ ഒരു മലയാളി മുസ്ലിം, ഒരു ഐഡന്റിറ്റി ഹൈഡ് ചെയ്യുന്ന മലയാളി മുസ്ലിമിൻ്റെ ലൈഫല്ല ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യുന്ന ഒരു മറ്റുള്ള ഇന്ത്യൻ മുസ്ലിംസിൻ്റെ ലൈഫ് എന്നൊരു ബോധ്യം ഉണ്ടാവുന്നത് UPA ഗവൺമെൻറ് അന്നത് അത്രയൊന്നും തീവ്രമല്ല. എനി ഹൗ UPA ഗവൺമെൻറ് അത്തരത്തിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ക്രിയേറ്റ് ചെയ്തൊരു ഗവൺമെൻറ് അല്ല എന്ന് മാത്രമല്ല, അതിനെ പോസിറ്റീവായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന സച്ചാർ കമ്മിറ്റി പോലത്തെ ഒരുപാട് സ്റ്റെപ്സ് എടുത്തൊരു ഗവൺമെൻറ്. പക്ഷേ ആ സോഷ്യൽ അറ്റ്മോസ്ഫിയറിൽ ഇറ്റ് വാസ് വെരി ഇസ്ലാമോഫോബിക് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അവിടെയാണ് ഈ ഞാനൊരു ഭീരുവാണെന്നുള്ള തോന്നൽ എനിക്ക് വന്നു. കാരണം എനിക്കൊരു താടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പ്രത്യക്ഷത്തിൽ ഷിബു എന്നുള്ള പേര് അറിയാമല്ലോ. ഞങ്ങളുടെ ഇവിടെയൊക്കെ പേരുകൾ കാണും. മലബാറിൽ ഇപ്പോൾ എനിക്കറിയില്ല ഷിബു എന്ന പേരുള്ളൊരു മുസ്ലിം ഐഡന്റിറ്റി. അങ്ങനെ അതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് സ്ട്രൈക്ക്. അവിടുന്ന് ഞാൻ നോക്കുമ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഏറെക്കുറെ ലെഫ്റ്റ് പൊളിറ്റിക്സ് തന്നെയാണ്. ലീഗാവട്ടെ, നമ്മളിപ്പോൾ ഈ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാക്കും ആ ക്യാപിറ്റലും ഒന്നാകെ എടുത്ത് ചുവന്ന കൂടി പിടിച്ചവരുടെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കണം. പക്ഷെ ഒരിക്കലും അല്ല. ഇന്ത്യയിൽ ലെഫ്റ്റ് എന്ന വേർഡ് തന്നെ വരുന്നത് ഫ്രഞ്ച് പാർലമെന്റിൽ നിന്നാണ്. ഫ്രഞ്ച് പാർലമെന്റ് അന്നത്തെ ആ സഭ ചേരുമ്പോൾ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും പ്രതികളിരിക്കുന്നു. അവിടെ ഭൂപരിഷ്കരണം വരുന്നു. ഒരുപാട് ഫ്രാൻസിന്റെ അന്നത്തെ പാർലമെന്റിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിൽ ഭൂമിയില്ലാത്തവർക്ക് വേണ്ടി, വോട്ടവകാശം ഇല്ലാത്തവർക്ക് വേണ്ടി, അടിമകൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ സംസാരിച്ചത് ഇടതു ഭാഗത്തിരിക്കുന്ന മനുഷ്യരാണ്. അങ്ങനെയാണ് ലെഫ്റ്റ് എന്ന കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ചുവന്ന കൊടി പിടിക്കണമെന്നാവില്ല. മാർജിനലൈസ് ചെയ്ത മനുഷ്യർക്ക് വേണ്ടിയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ യു ആർ ലെഫ്റ്റ്. അങ്ങനെ വന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലെഫ്റ്റ് പാർട്ടി കോൺഗ്രസ് ആണ്. മുസ്ലിം ലീഗിനെ ഇപ്പോൾ കമ്മ്യൂണൽ പാർട്ടിയായിട്ട് ആളുകൾ പറയുന്നു. പ്യുവർ ലെഫ്റ്റ് പൊളിറ്റിക്സ് ആണ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. കാരണം മുസ്ലിംസ് ഇവിടുത്തെ ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയാണ്. ദളിത്സ്, മറ്റു OBC, ആദിവാസി, ഇതെല്ലാം
മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി പറയുന്നത് വെച്ചാൽ അതിനിപ്പോൾ മനോഹരമായ ഒരു വേർഡും വരികയാണല്ലോ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ ബഹുജൻ പൊളിറ്റിക്സ്, തേജസ്വി യാദവ്, അഖിലേഷ് യാദവ്, ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്ത പൊളിറ്റിക്സ് അതാണ്. നിങ്ങൾ ദേശീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലൊരു ബഹുജൻ പൊളിറ്റിക്സ് ഇന്ത്യയുടെ ഒരു ഫ്യൂച്ചറിനെ എങ്ങനെയായിരിക്കും നിർണ്ണയിക്കാൻ പോകുന്നത്? ഇന്ത്യയുടെ ഫ്യൂച്ചർ നമുക്ക് BJP കൈകാര്യം ചെയ്യുന്ന എന്നുവെച്ചാൽ ഇന്ത്യയിലെ ഒരു 110 കോടി മനുഷ്യർ സംഭവം ടോട്ടൽ 140, ഞാൻ ഏകദേശം കണക്കാണ്, 110 കോടി പേർ സംഭവം ഹിന്ദു റിലീജിയൻ ആയിട്ട് റിലേറ്റഡ് ആണ്. ആ മതത്തിനകത്തെ ജാതിയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് തന്നെ ഹിസ്റ്റോറിക്കലായ കാരണങ്ങൾ കൊണ്ട് മുന്നോക്കം പോയവരുണ്ട്, പിന്നോക്കം നിൽക്കുന്നവരുണ്ട്. ഈ ഇന്നീക്വാലിറ്റിയെ, ഹിന്ദുവിൻ്റെ വിശപ്പിനെ, അവരുടെ തൊഴിലില്ലായ്മ, ഇതിനൊന്നും അഡ്രസ്സ് ചെയ്യാൻ ആർക്ക് പറ്റില്ല. ഇന്ത്യയിൽ ഇന്നത്തെ ഫാർ റൈറ്റിന് പച്ചക്കൊറ BJPക്ക് കഴിയില്ല. അപ്പോൾ അവർ കൊണ്ടുവന്ന ഈ മതത്തെ ആളിക്കത്തിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതിനെ തകർക്കാൻ എന്ത് ചെയ്യുമെന്നുള്ളതാണ് കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു അന്വേഷണം. 2014 അവർ സക്സസ് ആയി. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പ് 2019. നമ്മൾ തോറ്റമ്പിയ തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ് ഒക്കെ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ നമ്പറിലേക്ക് പോയ തെരഞ്ഞെടുപ്പ്. എന്നാൽ 2024 ആകുമ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യയിലെ സെക്യുലർ പൊളിറ്റിക്സ് തിരിച്ചു വന്നു. രാഹുൽ ഗാന്ധി, തേജസ്വി യാദവ്, UP ഒക്കെ BJP 80-80, 80 എന്നാണ് യോഗി. പക്ഷെ 35 അവർ പോയി. 55 അടുത്ത് ഈ സെക്യുലർ പാർട്ടീസ്, ഇന്ത്യ അലയൻസ് വിജയിച്ചു. എന്ന് വെച്ചാൽ കൃത്യമായ അതിനെ പിൻ ചെയ്യാൻ കഴിഞ്ഞു നമുക്ക്. ഈ പിച്ചേഡ, ബഹുജൻ, കാസ്റ്റ് സെൻസസ് എന്ന നിലയിലേക്ക്, എന്ന് വെച്ചാൽ ആ നിലയിലേക്ക് ഇന്ത്യൻ പൊളിറ്റിക്സ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ 93%, മറുഭാഗത്ത് 7%. അത് BJPക്ക് മറികടക്കാൻ പറ്റുന്നൊരു പോളറൈസേഷൻ അല്ല. രാഹുൽ ഗാന്ധിയുടെ ഒക്കെ ഒരു എഫേർട്ട്, അതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ശരിക്കും ഒരു ഭയങ്കര കൺവേർഷൻ രാഹുൽ ഗാന്ധിയിൽ സംഭവിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ സംഭവിക്കുന്നു. എങ്ങനെയാണ് ഒരു ദേശീയ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഷിബു മീരാന് തോന്നുന്നത്? അതൊരു അത്ഭുതപ്പെടുത്തുന്ന മാറ്റമാണ് രാഹുൽ ഗാന്ധി. നമ്മൾ റിയലിസ്റ്റിക് ആയി പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഒരു മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ആളായിട്ടാണ് ഇയാളുടെ വരവ്. പിന്നെ ഇമ്മച്വേർഡ് ആണ് എന്നൊക്കെ ഒരു നരേഷൻ വരുന്നുണ്ട്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഈ നമ്മൾ സാധാരണ മൂപ്പരെ പരിഹസിച്ച് എപ്പോഴും കേൾക്കാറുള്ള ഒരു വാക്കാണ് പപ്പോൻ. BJPക്കാരത് പരസ്യമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഞാനിപ്പോൾ ഈ രാഹുൽ ഗാന്ധിയെ പറ്റി ഒരു സുഗാത ശ്രീനിവാസലു എന്ന് പറയുന്ന ഒരാൾ എഴുതിയ രാഹുൽ ഗാന്ധിയുടെ ബയോഗ്രഫി എന്നൊന്നും പറഞ്ഞുകൂടാ. രാഹുൽ ഗാന്ധിയെ നിരീക്ഷിച്ചു. ഭയങ്കരമായിട്ട് രാഹുലിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കണ്ടന്റ് ഉണ്ട്. പക്ഷെ അതിനകത്ത് മൂപ്പർ പറഞ്ഞൊരു കാര്യം, ഈ രാഹുൽ എന്ന് പറയുന്ന നേതാവ് നെഹ്റു കുടുംബത്തിന്റെ ഒരു ലെഗസി, അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഉണ്ടാവാതിരിക്കാനും മൂപ്പരെ ഡിസ്ട്രോയ് ചെയ്യാനും ഇവര് നടത്തിയ PR വർക്കിന്റെ ടോട്ടൽ വാല്യൂ അറൌണ്ട് 40,000 crores ആയിരുന്നു. വലിയ അളവിൽ BJP വിജയിച്ചു. റിയാലിറ്റി അതാണ്. ആദ്യഘട്ടത്തിൽ ഭയങ്കരമായി അവിടെ നിന്ന് രാഹുൽ തിരിച്ചു വരാൻ ശ്രമിക്കുന്ന ഘട്ടം ഇന്ത്യയിലെ നമ്മൾ മീഡിയാസിനെ പറ്റി വാച്ച് ഡോഗ് എന്നാണല്ലോ പറയാ. പക്ഷെ ഇന്ത്യയിലെ മീഡിയ മുഴുവൻ മൂപ്പര് ലാബ് ഡോഗ് ആക്കി മാറ്റി. മൂപ്പര് മടിത്തട്ടിൽ മൂപ്പര് താലോലിക്കുന്ന നായ്ക്കുട്ടികളാക്കി ഇന്ത്യയിലെ മീഡിയ മുഴുവൻ മോഡി മാറ്റിയ ഒരു കാലത്താണ് രാഹുൽ ഗാന്ധി തിരിച്ചു വരാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് ഭാരത് ജോഡോ യാത്ര. അതല്ലാത്ത വേറൊരു വഴിയില്ല. ഈ കണ്ണടച്ചിരിക്കുന്ന മാധ്യമങ്ങൾ, ഇന്ത്യയുടെ പൊതുബോധം, അത് രാഹുൽ ഗാന്ധിയെ കാണാൻ ഇന്ന് വരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാര് പയറ്റിയതും വിജയിച്ചതുമായ ഒന്നും മതിയാകുമായിരുന്നില്ല. അവിടെയാണ് ഭാരത് ജോഡോ യാത്ര ചെറിയൊരു ഇപ്പോൾ നമ്മളൊക്കെ ഇതൊക്കെ ബിലാലാണെങ്കിൽ ഞങ്ങൾക്ക് നമ്മൾ ഇവന്റ്സ് സംഘടിപ്പിക്കുന്ന ആളുകളാണ്. 100 ആളുകളെ ഇന്നത്തെ കാലത്ത് ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് 2-3 മണിക്കൂർ ഇരുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി എന്നല്ല, എളുപ്പല്ല. അവിടെയാണ് 4-5 മാസം. ആ ത്രൂ ഔട്ട് 5-6 മാസത്ത് തമിഴ്നാട്ടിൽ നിന്ന് ആരംഭിക്കുന്നു, കേരളത്തിലൂടെ കടന്നു പോകുന്നു, നല്ല ചൂടാണ്. പിന്നെ ആന്ധ്ര അങ്ങോട്ട് കഴിയുന്നു, മഴയാണ്. കശ്മീരിലെത്തുമ്പോഴേക്കും സമാധാന പ്രസംഗത്തിലും കാണാം മഞ്ഞിങ്ങനെ പെയ്ത് മൂപ്പര മുടിയിലും താടിയിലും. അപ്പം 3 നമ്മൾ ഋതുഭേദങ്ങൾ എന്നൊക്കെ പറയുന്ന 3 ഋതുക്കളെ താണ്ടി നടന്നൊരു യാത്ര. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്നു, വൈകിട്ട് വരെ ഈ മനുഷ്യര് 1000 ആളോ 2000 ആളോ പോരാ. ക്യാമറകളുണ്ട്, ക്യാമറകൾ റെക്കോർഡ് ചെയ്യുന്നില്ലാതെ പബ്ലിഷ് ചെയ്യുന്നില്ല എന്നുള്ളത്. യാതിൽ ആള് കുറഞ്ഞാൽ, ഒരു ഡിസോർഡർ ഉണ്ടായാൽ അന്നത് ബ്രേക്കിംഗ് ന്യൂസ് ആവും. ഭാരത് ജോഡോ യാത്ര
ഇന്ത്യക്ക് കൊടുത്ത പ്രതീക്ഷ എന്താണ്? ശരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ്? അതേ പറഞ്ഞാൽ ആ യാത്ര ഇപ്പോൾ നമ്മൾ ഈ ആ യാത്ര തന്നെ രൂപപ്പെടും. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചു നിങ്ങളുടെ യാത്ര എന്തിനാണ്, മൂപ്പര് അതിനൊരു മറുപടി പറഞ്ഞു, മേം നഫ്രത് കെ ബാസാർ മേ മുഹബത്ത് കാ ദുക്കാൻ ഖോൽനെ നിക്കലാഹും. 2 വാക്കുകളാണ് അതിനകത്ത്. ഒന്ന് നഫ്രത്ത്, വെറുപ്പ് എന്ന് വെച്ചാൽ ഇവർ ഇതിനെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയത്തെ ഒരു ബാസാർ എന്ന് വെച്ചാൽ ചന്ത എന്നാണ്, ഇതിൻ്റെ ഒരു ചന്തയാക്കി മാറ്റിക്കഴിഞ്ഞു. എനിക്ക് ഈ യാത്ര കൊണ്ട് ആകെ മുഹബത്ത് കാ ഏക് ദുക്കാൻ, സ്നേഹത്തിൻ്റെ ഒരു കട തുറക്കാൻ പറ്റുക, അത്രയും മതി എന്ന് പറഞ്ഞ് ആരെന്ന് വെച്ചാൽ മുഹബത്ത് നഫ്രത്ത്, ഒരു ഭാഗത്ത് വെറുപ്പും സ്നേഹവും. അതെ, ഈ 2 ബൈനറികളിലേക്ക് മൂപ്പർക്ക് ഈ മൊത്തം വാചകത്തിലൂടെ രാഷ്ട്രീയത്തെ നിർവചിക്കാൻ പറ്റി. പിന്നെ ഉറുദുവിൽ ഈ മൊഹബത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർ. ഞാൻ അന്ന് വരെ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ മൊഹബത്ത് എന്നുള്ള വാക്ക്, കാരണം അത് ഉറുദു സാഹിത്യത്തിൽ ഹിന്ദിയിലൊക്കെ നമുക്കറിയാലോ, പ്രണയവുമായി ബന്ധപ്പെട്ട് ഇഷ്ടവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ആളുകൾ സിമ്പിളായിട്ട് വളരെ ഇമ്പത്തോടെ ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ് മൊഹബത്ത്. അത് രാഹുൽ ഗാന്ധി ആ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞപ്പോൾ ആ വാക്കിൻ്റെ കനവും അതിൻ്റെ ഭാരവും ഒക്കെ അങ്ങ് കൂടിയിട്ട് ഞാനീ പറഞ്ഞ 2 മുഖാമുഖം നിൽക്കുന്ന 2 ശക്തികൾ, അവർ ഒന്നാകെ വെറുപ്പിനെ കൊണ്ട് നടക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു ഇത്തിരി സ്നേഹമാണ് എന്ന് പറഞ്ഞതോടെ ഇത് പിന്നെ ഒരു ഇന്ത്യയിലെ ഒരു പുതിയ ട്രെൻഡ് സെറ്റ് ചെയ്തു. അത് കശ്മീർ അത് സമാപിക്കുമ്പോഴൊക്കെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിലൊക്കെ മനോഹരമായിട്ട് ഇത് വന്നു. ആ പ്രസംഗം മൂപ്പരുടെ ഏറ്റവും നല്ല പ്രസംഗമാണ്. ഞാൻ പപ്പുമോനൊന്നുമല്ല, ഇവർ പറയുന്നത് പോലെ അച്ഛൻ ഇന്ന ആളായതുകൊണ്ടും അമ്മ ഇന്നതാളത് കൊണ്ടും ഉണ്ടായ ഒരാളല്ല ഈ നിൽക്കുന്ന രാഹുൽ ഗാന്ധി. അവിടുന്ന് അങ്ങോട്ട് പുറകിലേക്ക് ചിതറിത്തെറിച്ച് ഇല്ലാതായി തീർന്ന ഒരു പിതാവിൻ്റെ നല്ല പ്രായത്തിൽ തന്നെ വിധവയാവേണ്ടി വന്ന, ശിഷ്ടകാലം മക്കളെ കൂട്ടി രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിട്ടും പിന്നെയും ഈ രാജ്യത്തിൻ്റെ അസാമാന്യമായ കാന്തിക ശക്തി കൊണ്ട് ഈ രാജ്യം പിന്നെയും ഈ മണ്ണിലേക്ക് വലിച്ചടിപ്പിച്ച ഒരമ്മയുടെ, പിന്നെ മാറിടം ചിതറിത്തെറിച്ച് ഇല്ലാതായ പ്രിയപ്പെട്ട മുത്തശ്ശിയുടെ 3200 ദിവസങ്ങൾ ആയുസിൻ്റെ 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു മുതുമുത്തച്ഛൻ്റെ അതിഗംഭീരമായ ഒരു ചരിത്ര യാത്രയിലെ കണ്ണിയാണ് ഞാൻ എന്ന് ഇന്ത്യക്കാരോട് പറയാൻ രാഹുലിന് കഴിഞ്ഞു. അവിടെ നിന്ന് നമ്മൾ കാണുന്ന രാഹുൽ ഗാന്ധിയെ ഞാൻ നാളെ ഇങ്ങനെ ചെയ്യണം, ഞാൻ ഇങ്ങനെ ആയാലേ കോൺഗ്രസ് രക്ഷപ്പെടുത്തൂ എന്ന് വിചാരിച്ചിട്ട് രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയ രാഹുൽ ഗാന്ധി അല്ലത്. അയാളെ രൂപപ്പെടുത്തിയത് ഈ കാലാണ്, ആ യാത്രയാണ്. ഇത്രയധികം ഇന്ത്യൻ ജനത ഇങ്ങനെ ഈ ഒരു വർഗീയതയുടെ കാലത്തിന് ശേഷം ഇങ്ങനെ രാഹുലിലേക്ക് ചേരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഞാനിതാണ് ഈ രാജ്യത്തിൻ്റെ ശരിയായ ചരിത്രം അയാളിലൂടെയാണ്, രാഹുൽ ഗാന്ധിയിലൂടെയാണ് കൺവേ ചെയ്യപ്പെടുന്നത് എന്ന സ്ട്രോങ് മെസ്സേജ് വന്നു കഴിഞ്ഞു. അത് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ നടക്കുന്നത്, ഇപ്പോൾ ഈ വോട്ടധികാര റാലി അത് കോൺഗ്രസിൻ്റെ തേജസ്വി യാദവിൻ്റെ ഒരു പരിപാടി. ഇപ്പോൾ കേരളത്തിലെ മീഡിയയും നമ്മളത് വേണ്ടത്ര ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. കോൺഗ്രസും RJDയും കൂടി ഇലക്ഷന് മുമ്പ് നടത്തിയ റാലി എന്നുള്ള നിലക്കല്ല ഈ വോട്ടധികാര യാത്ര ബീഹാറിലൂടെ പോയത്. എന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയുടെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നമ്മൾ വെറുതെ പറയലല്ലോ, ഏറ്റവും വലിയ ബൃഹത്തായ 98 കോടി മനുഷ്യരുടെ പേരുള്ള ഒന്നാണ് ഇന്ത്യയുടെ വോട്ടർ പട്ടിക. അതൊരു രാജ്യമായിട്ട് പ്രഖ്യാപിച്ചാൽ ലോക ഭൂപടത്തിലെ 3ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യയുടെ വോട്ടർ പട്ടിക തന്നെ. അത് തന്നെ 65 കോടി മനുഷ്യർ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. 77 വർഷം മറ്റോ കഴിഞ്ഞു, ഒറ്റ ദിവസം നമ്മുടെ രാജ്യം പട്ടാളം ഭരിച്ചിട്ടില്ല. ഇല്ലല്ലോ. നമ്മുടെ കൂടെ ഒരു രാത്രിയിൽ ഒരേ ഗർഭത്തിൽ നിന്ന് പിറന്നു വീണ കൂടപ്പുറപ്പല്ല പാകിസ്ഥാൻ. എത്ര പട്ടാള അട്ടിമറികൾ, എത്ര വലിയ അരാജകത്വമുണ്ട്. നമ്മൾ ഒരു ദിവസം പോലും പട്ടാള ഭരണത്തിന് കീഴിൽ കഴിയാത്ത, പൂർണ്ണമായ അർത്ഥത്തിൽ ജനാധിപത്യം നിലനിന്ന ഒരു രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലും ഇവരുടെ അട്ടിമറികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് വന്നാൽ ഇറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് കോൺഗ്രസ് BJP, ഇറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് ഇന്ത്യ അലയൻസ് ആൻഡ് NDA, ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് നമ്മുടെ രാജ്യത്തിൻ്റെ മേൽവിലാസാണല്ലോ, ലോകത്തിൻ്റെ അമ്മ ജനാധിപത്യമാണ് ഞങ്ങളുടേത്. അത് നിലനിർത്താനുള്ളൊരു ഫൈറ്റാണെന്ന് എല്ലാവർക്കും മനസ്സിലാവാണ്. ഈ വോട്ട് ചോരി
കൊടുക്കുന്ന ഒരു വോട്ട് ചോരിക്ക് വേണ്ടി ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന ജൻ അധികാർ മാർച്ച് അല്ലേ, ആ യാത്ര കൊടുക്കുന്ന മെസ്സേജ് എന്തായിരിക്കും? അത് എന്തൊക്കെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്? അല്ല, അത് ഇപ്പോൾ നീട്ടിപ്പരുതി പറഞ്ഞു. ഇന്നലെ അതിൻ്റെ സമാപന ദിവസം അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് വായിക്കുമ്പോൾ പാറ്റ്നയിലാണ് അത് സമാപിക്കുന്നത്. അവിടെ ഇപ്പോൾ NDA ഗവൺമെൻറ്റാണ്, നിതീഷ് കുമാറിൻ്റെ ഗവൺമെൻറ്റാണ്, പോലീസൊക്കെ അവരുടെ കയ്യിലാണ്. സ്വാഭാവികമായും അവിടെ മുൻ മുഖ്യമന്ത്രിമാർ വരുന്നു, ഇന്ത്യയുടെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് അവിടെ ഉണ്ട്, മല്ലികാർജുന ഖാർഗെ ഉണ്ട്. സിമ്പിളായിട്ട് ഇവരുടെ സെക്യൂരിറ്റിയെ പറ്റി ആലോചിച്ചാൽ മതി. മല്ലികാർജുൻ ഖാർഗെ താഴെ വീഴാൻ പോകുന്നുവെങ്കിൽ 84 വയസ്സുള്ള ആ വൃദ്ധനെ പിടിച്ച് നേരെ നിർത്തേണ്ട ഉത്തരവാദിത്തമുള്ള പോലീസാണ് പിന്നിൽ നിന്ന് തള്ളിയിടാൻ ശ്രമിക്കുന്നത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഇന്നലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. അംബേദ്കർ മൈതാനം, അതിൻ്റെ മനോഹരമായല്ലേ, ഗാന്ധി സെ അംബേദ്കർ തക്. കോൺഗ്രസ് അവരുടെ പൊളിറ്റിക്സിനെ മനോഹരമായിട്ട് റീഡിഫൈൻ ചെയ്യുകയും കൂടി ചെയ്യും. അപ്പോൾ ആ റാലിയിൽ സെക്യൂരിറ്റി ലാപ്സസ്, പോലീസ് അവിടെ ഇല്ലാതിരിക്കുക, അതിനെ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുക, തുടക്കം മുതലേ അത് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ യാത്ര ബിലാൽ ചോദിച്ചതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ഇമോഷണൽ കണ്ടൻറ്റും ഇന്നലത്തെ ആ സമാപന സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. ഖാർഗെജി വീഴാൻ പോകുന്നു, പോലീസ് തള്ളി താഴിടാൻ ശ്രമിക്കുകയാണെന്ന് കണ്ടിട്ട് രാഹുൽ ഗാന്ധി വന്ന് കൈപിടിച്ച് ഖാർഗെജിയെ കൊണ്ട് അംബേദ്കർ മൈതാനിയിലേക്ക് പോകുന്നു. നമ്മൾ ഈ കേരളത്തിൽ സ്ലോ മോഷൻ വീഡിയോയിൽ കാണുന്നവരൊന്നും അല്ല സെക്കുലർ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നത്. പവർഫുള്ളായ ഒരു മുന്നേറ്റമാണിത്. രാഹുൽ ഗാന്ധി അതിൻ്റെ അമരത്ത് നിൽക്കുകയാണ്. തൊട്ട് പിന്നണിയിൽ അഖിലേഷും തേജസ്വിയും സ്റ്റാലിനും. അതൊരു വലിയ മൂവ്മെൻ്റാണ്. അത് ഒരു യാത്ര പാറ്റ്നയിൽ സമാപിക്കുന്ന ഒന്നല്ല. ഫാസിസ്റ്റ് കാലത്ത് ഈ ഒരു യാത്രയെ ചരിത്രം എങ്ങനെയായിരിക്കും ഓർമ്മപ്പെടുത്തുക എന്ന് വളരെ ചെറുതായിട്ടൊരു പറച്ചിൽ നമ്മൾ പറഞ്ഞാൽ? ഞാൻ സിമ്പിളായിട്ട് പറയണതില്ല അല്ലേ, ആ നടന്നു വരുന്ന മനുഷ്യൻ ഇന്ത്യയുടെ സമീപ ഭാവിയിലെ പ്രധാനമന്ത്രിയാണ്. അയാളാണ് ഭാവി ഇന്ത്യയെ രൂപപ്പെടുത്താൻ പോകുന്നത്. നമുക്കൊരു സംശയം അതിനകത്ത് വേണം. ഇപ്പോൾ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഇന്ത്യൻ യുവതക്ക് എന്തായിരിക്കും യൂത്ത് ലീഗ് എന്ന് പറയുന്ന സംഘടന കൊണ്ട് നൽകാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? ഞാൻ പെട്ടെന്ന് ഞങ്ങളുടേത് ദേശീയ തലത്തിലുള്ള ഇടപെടലുകൾ സമീപകാലത്ത് സിസ്റ്റമാറ്റിക് ഇല്ലാന്നല്ല, സിസ്റ്റമാറ്റിക് ആയത് സമീപകാലത്താണ്. കുറച്ചും കൂടി താഴെത്തട്ടിലേക്ക്, കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ പോലെ താഴെത്തട്ടിൽ നിന്ന് സജീവമായി മനുഷ്യരുടെ ഇത്തരം പ്രശ്നങ്ങൾ ഇടപെടാൻ പറ്റുന്ന ഒന്നാക്കി ഞങ്ങളുടെ സംഘടനയെ മാറ്റുക. കേരളത്തിൻ്റെ ഒരു സെക്കുലർ, കുറച്ചും കൂടി സ്വാതന്ത്ര്യമുള്ളൊരു രാഷ്ട്രീയ പ്രതലത്തിൽ നിന്ന് ഒരു ദേശീയ തലത്തിലേക്കുള്ള ശിവു മുരാൻ്റെ ഒരു പൊളിറ്റിക്കൽ ജേണി ഉണ്ടല്ലോ, അതിനെങ്ങനെ വിശേഷിപ്പിക്കാം? എന്തൊക്കെയായിരുന്നു അനുഭവം? ചലഞ്ചസിനെ പറ്റിയൊക്കെ നമുക്ക് ബോധ്യമുണ്ട്. പക്ഷെ ഞാൻ കേരളത്തിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിന്നെ എൻ്റെ ഒരു പാഷനാണ് ദേശീയ തലത്തിലുള്ള ഈ ഇടപെടലുകൾ എന്ന് പറയുന്നത്. കാരണം ഇതിൽ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്തായിരിക്കും ഈ ഒരു യാത്രകളിൽ? നമ്മൾ ഏറ്റവും വലിയ നമ്മൾ ചെന്ന് കാണുന്ന കാഴ്ചകളും ആളുകൾ പറയുന്ന സങ്കടങ്ങളും കേട്ടിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത്.